dear viewers, welcome back to my channel. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മടിയൊക്കെ ആയ കാരണം കൊണ്ട് മടി മാത്രമല്ല പിന്നെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഓണം ഒക്കെ ഞാൻ ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഡിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റിയില്ല, സമയം കിട്ടിയില്ല, കുറച്ച് മടിയുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ കാരണം കൊണ്ട് ആ വീഡിയോ ഇട്ടില്ല. ഓണത്തിൻ്റെ അന്നത്തെ ഞാൻ രാവിലെ തുടങ്ങിയൊക്കെ വീഡിയോ എടുത്തു, പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ എഡിറ്റ് ചെയ്തില്ല. നമ്മൾ കുറേ ഒരു എത്ര ദിവസമായി ഉണ്ടാവും, ഇപ്പോൾ ഒരു 20 ഡേയ്സൊക്കെ കഴിഞ്ഞു തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോ ആണ്. എടുക്കണമെന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്ക് കിച്ചൺ ഓർഗനൈസറുകളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള, ഞാൻ ആമസോണിൽ തന്നെയാണ് ഇങ്ങനെ കിച്ചൺ ഓർഗനൈസേഴ്സ് വാങ്ങിക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് എങ്ങനെയാണ് ഞാൻ ഒക്കെ വെച്ചേക്കുന്നതെന്നും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്നൊക്കെ കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കുറേ നാളായി ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നെയും അത് നീണ്ടുപോകാൻ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങിക്കഴിഞ്ഞിട്ട് എടുക്കാം അങ്ങനെ വിചാരിച്ചിരുന്നിരുന്നിരുന്ന് നീണ്ടു പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഇത് നീട്ടിക്കൊണ്ട് പോകണില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇത് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ്. ഇത് കിച്ചൺ ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ കിച്ചൺ ഓർഗനൈസറുകൾ മാത്രമല്ല കേട്ടോ, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബാക്കി അടുക്കളയിലേക്കുള്ള സംഭവങ്ങളും അങ്ങനെ കുറച്ച് ചില്ലറ വേറെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലെന്തെങ്കിലും ഇതിൻ്റെ പാക്കേജിങ്ങിലും അല്ലെങ്കിൽ വന്നപ്പോൾ എന്തെങ്കിലും ഡാമേജൊക്കെ ഉണ്ടായിരുന്നോ എന്തോ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ ആ പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ വഴിയെ പറയാം. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നോക്കട്ടെ, ഞാൻ എപ്പോഴും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും മറന്നു പോകാറാണ് പതിവ്. ഭയങ്കര മടിയാണ്, പിന്നെ ആമസോണിൽ പോയിട്ട് ആ ലിങ്ക് കൊണ്ട് വീണ്ടും പേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു സംഭവം കാരണം കൊണ്ട് മടി പിടിച്ചിട്ട് ഞാൻ മിക്കപ്പോഴും വീഡിയോയിൽ പറയുന്നത് ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും ഞാൻ അതിലേക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എൻ്റെ കിച്ചണിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നമ്മളിപ്പോൾ കുറേ നാളായല്ലോ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ അന്നിട്ടപ്പോഴൊന്നും ഞാൻ ഈ ഭാഗങ്ങളൊന്നും കാണിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങി ഇങ്ങനെ പുതിയതായിട്ട് വാങ്ങിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുക്കിങ്ങിലാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അങ്ങനത്തെ ഈ സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതിൽ ഞാൻ അത് അവിടെയൊക്കെ ആയിട്ട് കാണിച്ചു, പക്ഷേ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല. അങ്ങനെ അതൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞു കേട്ടോ ഞാൻ. കാരണം ഓണത്തിൻ്റെ സമയത്തും അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് എടുത്തതൊക്കെയാണ്. പിന്നെ അത് ഇങ്ങനെ ചെയ്യാൻ മടി, പിന്നെ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ. അത് കാരണം കൊണ്ട് അങ്ങനെ അത് കാരണം കൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഇതിനു മുമ്പ്. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചല്ല, 1-2 ഉള്ളൂ ഇതിൽ. പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരുമെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ ഒരു നമുക്ക് ഇതുണ്ടല്ലോ ഓയിൽ ഡിസ്പെൻസർ. അപ്പോൾ ഇത് നമുക്ക് 2 ആയിട്ട് വരുന്നതാണ്. ഇതൊരു 500 ml ബോട്ടിലുകളാണ് കേട്ടോ. ഞാൻ ശരിക്കും 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെയാണ് ഞാൻ നോക്കി വെച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്ര വലുത് എനിക്ക് സ്റ്റാൻഡിൽ വെക്കുകയും വേണം. അപ്പോൾ ഈ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ഇത്ര വലിയ ബോട്ടിൽ എണ്ണയൊക്കെ ആയിട്ട് വരുമ്പോൾ സ്റ്റാൻഡ് താങ്ങുമെന്നൊരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ചെറിയ ബോട്ടിൽ തന്നെ ആക്കി. അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല യൂസ് ചെയ്തിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് എനിക്കതിനെ പറ്റിയെങ്കിൽ പറയാമല്ലോ നിങ്ങളോട്, ധൈര്യമായിട്ട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം നമ്മൾ യൂസ് ചെയ്തിട്ട് പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ബോട്ടിലാണ് കേട്ടോ ഫസ്റ്റത്തെ നമ്മളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ഇതിലെ എണ്ണ എൻ്റെ പഴയ ബോട്ടിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാൻ ഇതുപോലെ
ബോട്ടിലാണ് പണ്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ. അപ്പോൾ ഇപ്പോൾ അത് രണ്ടും ഞാൻ ഈ സൈഡിൽ എണ്ണയൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. കാരണം നമുക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ ഈ ഒരു ബോട്ടിലിൽ എണ്ണ കഴിഞ്ഞാൽ വേഗം പകർത്താൻ വേണ്ടി ആ സൈഡിൽ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ അത് മാറ്റി വയ്ക്കട്ടെ, കാരണം ഇനിയുള്ളത് കാണിച്ചു തരണമെങ്കിൽ എനിക്ക് ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്ലാസിൻ്റെയാണ് കേട്ടോ. ഇത് ഗ്ലാസ് ബോട്ടിലുകളാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഷുഗർ ടീ, ഇത് രണ്ടും ഇട്ട് വയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിന് മുമ്പും ഗ്ലാസിൻ്റെ തന്നെ 2 ബോട്ടിൽ അതായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗറിൻ്റെ. അപ്പോൾ അതിൽ ഒന്നിൻ്റെ മുകളിൽ ഇതില്ലേ ലിഡ്, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ അതിൽ മണി പ്ലാന്റൊക്കെ ആക്കി വെച്ചേക്കപ്പോൾ ബാക്കിയുള്ള ആ ഒരെണ്ണത്തിൽ നമ്മളുടെ കല്ലുപ്പുണ്ടല്ലോ അതിട്ട് വെച്ചേക്കാണ് കേട്ടോ. കല്ലുപ്പ് എപ്പോഴും വേണം എനിക്ക്. പച്ചക്കറി കഴുകാനൊക്കെ ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യുക, മീൻ അതൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ഞാൻ കല്ലുപ്പ് എടുക്കും. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, മാറ്ററിൽ നിന്ന് മാറിപ്പോണ്ട്. അപ്പോൾ എന്തായാലും ഈ 2 ബോട്ടിലുകളാണ് കേട്ടോ. ഇതൊക്കെ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. ഞാൻ കാണുമ്പോൾ നമുക്ക് ആമസോണിൽ കാണുമ്പോൾ അറിയില്ലല്ലോ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. പക്ഷെ ഞാൻ വാങ്ങിയേക്കണേ ആയാലും അതുപോലെ തന്നെ ഇതായാലും നല്ല കട്ടിയുള്ള ഗ്ലാസിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് വേഗം ഇങ്ങനെ തൊടുമ്പോഴേക്കും ചില ഇതല്ലല്ലോ തിന്നായിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ അല്ല. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇതിൻ്റെ അടപ്പെന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനത്തെ എന്താ പറയുക സ്റ്റീലാണ്, അത് പ്ലാസ്റ്റിക്കാണ് ഈ ഭാഗം വരുന്നത്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ നമുക്ക് എഴുതി വെക്കാനുള്ള ഈ ഒരു സ്റ്റിക്കറുകളും വരും. ഒരു പെൻസിൽ പോലെ കളർ പെൻസിലുള്ള വൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഇതുപോലെ. പക്ഷെ ഇത് മാഞ്ഞു പോവില്ല കേട്ടോ. നമ്മൾ മായ്ക്കാനും പാടാണ് ഈ ഒരു സംഭവം. നമ്മൾ ഇവിടെ ടീ എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ അത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത് മാഞ്ഞു പോയാലും മായ്ക്കണമെങ്കിൽ ഇറേസർ എടുത്ത് മായ്ച്ചിട്ട് നന്നായിട്ട് മായ്ക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതി വയ്ക്കാം. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഈ 2 ബോട്ടിലാണ് കേട്ടോ. ഈ 2 ഈ ഒരു നമുക്ക് ഷുഗർ ടീ ഒക്കെ ഇട്ട് വയ്ക്കാനുള്ള 2 ഗ്ലാസിൻ്റെ ജാറുകൾ അതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. പിന്നെ നമുക്കിതാ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. കണ്ടില്ലേ സ്റ്റാൻഡ് ഫുള്ളായിട്ട് കാണിക്കുമെങ്കിൽ ഇതൊക്കെ ഇറക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ഇങ്ങനെ കണ്ടില്ലേ 2 റാക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ മെയിനായിട്ട് ഈ ഒരു ഓയിൽ വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് അതുപോലെ തന്നെ വേറെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടിയൊക്കെ വെക്കാനുള്ള ഈ ഹാങ് ഇതുണ്ടല്ലോ എന്താ പറയുക പോട്ടുകൾ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ വാങ്ങിയപ്പോൾ അതും കുറേ ഒരു 12 എണ്ണമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായി. അത് വേറെ പില്ലോ അതൊക്കെ ഉണ്ടായി. അപ്പോൾ ഒക്കെ കൂടി ഒരു വലിയൊരു ഇതിലാണ് വന്നത്, വലിയൊരു ബോക്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു കാർഡ്ബോർഡ് ബോക്സിലായിരുന്നു. പക്ഷേ ഇതിരിക്കേണ്ട കാർഡ്ബോർഡ് ബോക്സ് ആകെ ഒട്ടും നല്ല രീതിയിലല്ലായിരുന്നു ആ കാർഡ്ബോർഡ് ബോക്സ്. പാക്കേജിങ് ഭയങ്കര മോശമായിരുന്നു ഇതിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് വന്ന പ്രൊഡക്റ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ് ഇവിടെയൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കുക. ഈ ഭാഗം ഇങ്ങനെ താഴത്തേക്ക് പോയി അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അത് റിട്ടേൺ കൊടുത്തു. അത് റീപ്ലേസ് ചെയ്ത് വേറൊന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് വീണ്ടും വന്നത് നല്ലൊരു സാധനമായിരുന്നു കേട്ടോ. ഇത് കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല എന്താ പറയുക ഇരുമ്പിൻ്റെ സംഭവം. അപ്പോൾ എന്തായാലും അതാണ് നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡ്. ഇത് ഞാനിപ്പോൾ എണ്ണ വെച്ചേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും മസാലകളൊക്കെ ആക്കി ഇങ്ങനെ ഇപ്പോൾ ഇത് തന്നെ ഇവിടെ മുകളിലും വെക്കാം. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഈ ഒരു കണ്ടില്ലേ ചെറിയ നമുക്കിതിൽ ഇതുപോലെ സ്പൈസസ് ഇട്ട് വെക്കാനാണ് കേട്ടോ. ഗരം മസാല ഉണ്ടാക്കാനൊക്കെ ഉള്ള പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്പൈസസ് ഹോൾ സ്പൈസസ് അതൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. അതിന് പകരം മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഇത്ര വലിപ്പം തന്നെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഭയങ്കര ചെറുതായിരിക്കും എന്ന് വിചാരിച്ചത്. വന്നപ്പോൾ ഇത്ര എളുപ്പം എനിക്ക് തോന്നി ഇതിൽ മുളക് പൊടി മഞ്ഞപ്പൊടി സംഭവമൊക്കെ ഇട്ട് വയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഈ ഒരു ഭാഗത്ത് മഞ്ഞപ്പൊടി ഈ സ്പൈസസാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഇതിൽ ഈ 2 എണ്ണത്തിൽ മാത്രം ഇതിലൊന്നിൽ ഉണക്കമുളകായിരുന്നു, അത് ഞാനിനി പകർത്തണം. പിന്നെ ഇതിൽ ഉലുവയാണ് കേട്ടോ. ബാക്കിയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സുകളാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ പിസ്ത ആൽമണ്ട് അങ്ങനെയൊക്കെയുള്ള ഇതുകളാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങി കബേർഡിൽ ഇങ്ങനെ വെക്കാറ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമ്മൾ എടുക്കും. അങ്ങനെ ആകുമ്പോൾ കബേർഡിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ മടിക്ക് നമ്മൾ കഴിക്കില്ല. ഡെയിലി കുട്ടികൾക്കും കൊടുക്കാൻ
വേണ്ടിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൺമുന്നിൽ വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്നും എടുത്ത് കഴിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കുട്ടികൾക്കും കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ നെക്സ്റ്റ്. ഇത് 12 എണ്ണം വരും. ഇതേ കണ്ടില്ലേ, ഇത് 6 എണ്ണം, അവിടെ 6 എണ്ണം, അങ്ങനെ 12 എണ്ണത്തിൻ്റെ സെറ്റാണ്. അപ്പോൾ അങ്ങനെയായിട്ടാണ് ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഗ്ലാസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഗ്ലാസ്സിന് എനിക്ക് എൻ്റെ കൈ എത്തണ ഭാഗത്തുള്ളത്, അതായത് ഇപ്പോൾ വെളിച്ചെണ്ണ കുപ്പികളായാലും അതുപോലെ തന്നെ പഞ്ചസാര, അതുപോലെ ടീ, പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ അടുത്തെത്താണ് ആ സംഭവങ്ങളൊക്കെ ഞാൻ ഗ്ലാസിൻ്റെ വാങ്ങിയേക്കുന്നത്. ബാക്കി മുകളിലൊക്കെ വെക്കുന്നതൊക്കെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യുക. കാരണം അവിടെ നിന്ന് ഇറക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രം എനിക്ക് ധൈര്യമില്ല വാങ്ങിക്കാൻ. എനിക്ക് ഇഷ്ടമൊക്കെയാണ് കാണാനായിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്, പക്ഷെ ഞാൻ അത് വാങ്ങിക്കുന്നില്ല. പിന്നെ അപ്പോൾ ഞാൻ ഇതുകളൊക്കെ തിരിച്ച് അങ്ങോട്ട് എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം ഓർഗനൈസ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സ്പൂണൊക്കെ, ഫോർക്ക് സ്പൂണൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഈ ഒരു ചെറിയൊരു സ്റ്റാൻഡ്, അതാണ് കേട്ടോ സ്പൂൺ ഫോർക്ക് ഓർഗനൈസർ എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഇവിടെ നമുക്ക് ഫോർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇവിടെ സ്പൂണുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടിഷ്യൂ വയ്ക്കാം. അപ്പോൾ ഈ ഒരു ടിഷ്യൂ ഇവിടെ വയ്ക്കാൻ കാരണം വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഞാൻ ടിഷ്യൂ വയ്ക്കും ടിഫിൻ ബോക്സിൻ്റെ കൂടെ. അപ്പോൾ അതിന് വേണ്ടി എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ അതിന് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനത്തെ ഇപ്പോൾ ഈ വെളിച്ചെണ്ണ കുപ്പികളൊക്കെ ഉണ്ടല്ലോ, ഈ ഓർഗനൈസ് ചെയ്ത് നമ്മൾ നല്ല ഭംഗിയിലൊക്കെ വെക്കും. പക്ഷെ നമ്മളിത് തിരക്കിൽ യൂസ് ചെയ്ത് പോകുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ കുറേ നോക്കിയായിരുന്നാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒലിക്കാണ്ടുള്ള വല്ല ബോട്ടിലുകൾ കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമായിരുന്നു. അപ്പോൾ പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം എടുക്കാൻ നമ്മളെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ ഞാനത് തുടയ്ക്കാനായിട്ടും ഇതിൽ നിന്ന് ടിഷ്യൂ എടുക്കും. അത് കൂടാണ്ട് ഞാൻ വേറെ ഒരു ഇങ്ങനെ കുറച്ചിങ്ങനെ ക്ലോത്ത് ചെറുതുകൾ ഇവിടെ മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒലിച്ചിറങ്ങി പിന്നെ അതിങ്ങനെ പോവുക നമ്മളുടെ ഈ സ്റ്റാൻഡിലാണ്. അപ്പോൾ സ്റ്റാൻഡിൽ മൊത്തം ഞാൻ നേരത്തെയൊക്കെ ഈ ബോട്ടുകളൊക്കെ വെച്ച് ആ സ്റ്റാൻഡ് മൊത്തം ഈ എണ്ണയുടെ ഇതായിരുന്നു. പിന്നെയാണ് ഞാനിത് ശ്രദ്ധിച്ചു തുടങ്ങി, ഇങ്ങനെ എണ്ണ പോണ സംഭവം. അപ്പോൾ അതിന് പറ്റിയ ഓർഗനൈസറുകൾ കിട്ടാത്ത കാരണം കൊണ്ട് ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ തുടച്ച് ഇതാക്കും കേട്ടോ. ഇപ്പം ഇങ്ങനെ നമ്മൾ ഇത്ര ഭംഗിക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കണ കാരണം കൊണ്ട് പിന്നെ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ഇത് ചുമ്മാ നിലത്തിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈ തട്ടിയൊക്കെയാണ് ഇവിടെ വെള്ളം പോകാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളത്തിൽ ഇതാവണ്ടെന്നുള്ള രീതിയിൽ ഞാനിതൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ കിട്ടില്ലേ, തെർമോക്കോളല്ല അത്, ഈ തെർമോക്കോളിൻ്റെ അതുപോലെ അത് സ്പോഞ്ചിൻ്റെ ശരിയാണ്. അപ്പോൾ സ്പോഞ്ചിൻ്റെത് അത് കട്ട് ചെയ്ത് അങ്ങനെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. ഞാൻ ഇതൊക്കെ വീഴുമെന്ന് വിചാരിച്ചു ഈ ഒരു സ്റ്റാൻഡ്, പക്ഷെ നല്ല മരത്തിൻ്റെ നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഇത് നമുക്ക് നൈഫൊക്കെ വെക്കാനായിട്ട് നൈഫ് ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ നൈഫ്, ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ള നൈഫ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണുമ്പോൾ ലുക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വെച്ചേക്കുക. അതിൻ്റെ ഓറഞ്ച് കളറൊക്കെ പിടിയൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫിഷ് കട്ടറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വയ്ക്കാം. ഇതാണ് അടുത്തത്. അപ്പോൾ ഇതിൽ വലിയ നൈഫ് വലുതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വലുതില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം ഒഴിഞ്ഞെടുക്കണം. ഇവിടെ ബാക്കി നൈഫുകൾ നമുക്ക് പല സൈസുള്ളത് ഇരിക്കുന്നത് കാണാൻ ഭംഗി, ബ്ലാക്കുകളായ കാരണം ബ്ലാക്ക് തന്നെ ഇട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എനിക്കിവിടെ അമ്മ തന്നിട്ടുണ്ടായിരുന്നു ഒരു നൈഫ്, അതൊക്കെയായിരുന്നു കേട്ടോ. അതൊക്കെയാണ് അങ്ങനെ ഇത്. പിന്നെ ഞാൻ വേറൊരു നൈഫ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടോ. അപ്പോൾ ആമസോണിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന നൈഫാണിത്. PG&E ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് കയ്യിൽ നിന്ന് സ്ലിപ്പാവില്ല, പെട്ടെന്ന് ഇത് വരില്ല, തുരുമ്പ് പിടിക്കില്ല, അങ്ങനെയുള്ളൊരു നൈഫാണിത്. അപ്പോൾ ഇത് എൻ്റെ അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാച്ചന്മാരും അമ്മായിയും അമ്മയുടെ മോളും അച്ഛനും അമ്മയൊക്കെ കൂടി ഇന്നാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു കത്തി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്ക്. അപ്പോൾ അവരിതൊക്കെ എടുത്ത് ഇത് കട്ട് ചെയ്യാനും ഇതിനൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ എപ്പോഴും കയ്യിലേക്ക് പോവുള്ളൂ.
തുടച്ച് വൃത്തിയാക്കി ഞാൻ വെക്കും. കാര്യം തുരുമ്പ് വരില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ കാരണം കൊണ്ട് തന്നെ എല്ലാം നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയേണ്ടത് ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാൻ ഒന്നും പറ്റില്ല, കാരണം അതുമ്പോൾ നല്ല വെയിറ്റുള്ള സാധനങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇത് ആമസോണിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ചപ്പാത്തി പലകൊക്കെ വെക്കാനായിട്ട് എനിക്കൊരു സ്റ്റാൻഡ് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വാളിൽ ഇങ്ങനെ നമ്മൾ ആണിയടിച്ച് ഇങ്ങനെ തൂക്കിയിടുന്ന പോലത്തെ സ്റ്റാൻഡ് ഉണ്ട്. അത് എനിക്ക് താല്പര്യമില്ല, ആണിയൊക്കെ ഇട്ടടിച്ച് ഇതാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു കോർണർ സ്റ്റാൻഡ് എന്ന് പറയും അത് വാങ്ങിച്ചു. അപ്പോൾ അതിൽ നമുക്ക് ഇത് വെക്കാം. പിന്നെ അത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പ്രസ്സിങ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, പ്രസ്സിങ് മെഷീൻ, അത് വാങ്ങിക്കാം, അത് വെക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചേക്കട്ടെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ നാട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് ശരിക്കും ചപ്പാത്തി അല്ല, പൂരി ഉണ്ടാക്കാം. ചപ്പാത്തി കുറച്ച് നമുക്ക് ഇതിലിട്ട് പ്രസ് ചെയ്തിട്ട് പിന്നെ പരത്തേണ്ടി വരും. പൂരി ഉണ്ടാക്കാൻ സുഖമാണ്, പത്തിരി ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ അത് നല്ല വെയിറ്റാണ് അത്. അപ്പോൾ ഞാൻ അതാണ് ആ സ്റ്റാൻഡ് എടുത്ത് കാണിച്ചിടത്ത് അതും ഞാൻ ഇതുപോലെ തന്നെ ആ സ്പോഞ്ചുമ്പോൾ വെച്ചേക്കണം. അപ്പോൾ ഇതും പിന്നെ ബാക്കി നമുക്ക് ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ വെച്ചേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണ പോയി കഴിഞ്ഞാൽ തുടയ്ക്കാൻ വേണ്ടി ക്ലോത്തൊക്കെ വെച്ച് വെച്ചിരുന്നത്. അപ്പോൾ ആ ക്ലോത്താണ് കേട്ടോ. അതിങ്ങനെ ഞാൻ ക്ലോത്തൊക്കെ ഇങ്ങനെ കീറി ചെറുതാക്കി ചെറിയ പീസാക്കി വെച്ചിട്ട് അത് അതിൽ വെച്ചേക്കണം. എൻ്റെ കൂടെ വാങ്ങിയത് ഒന്നാണ് ഇതാ ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ അത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ 2 സാധനങ്ങൾ കൂടി വരും. അതാണ് ഇത് ഈ 2 സ്ട്രോ, ചുമ്മാ ഒരു സ്റ്റീലിൻ്റെ 2 സ്ട്രോകൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്തത് എന്താ പറയുക റൗണ്ട് ഷേപ്പിലുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് വന്നത് ഈ ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നല്ല ഒരു സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് യൂസ് ചെയ്തിട്ട്. ഇതൊന്നും തന്നെ ഇട്ട് കട്ട് ചെയ്ത കാരണം കൊണ്ടാണ് കണ്ടില്ല അതൊരു മാർക്സ് ഇങ്ങനെ വന്നേക്കുന്നത്. അതാണ് നല്ല വെയിറ്റൊക്കെ ഉണ്ട് കണ്ടോ, നിലത്തോട് ഇങ്ങനെ സമമായിട്ട് ചെന്ന് ഇതാക്കുന്ന പോലെയാണ്. അപ്പോൾ ഇത് 2 അതിൻ്റെ കൂടെ വരും. പിന്നെ നമ്മൾ ആ ബോട്ടിലുണ്ടല്ലോ, വെളിച്ചെണ്ണയുടെ ബോട്ടിൽ, അത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ ഈ ഒരു നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ ബോട്ടിലിങ്ങനെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാനുള്ള അതങ്ങനെ സൈഡിൽ ഞാൻ ഒതുക്കി വെച്ചേക്കാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ അതുപോലെ തന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് 2 ചെറിയ ഭരണികൾ കണ്ടോ. അപ്പോൾ അത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നാട്ടിൽ ഭയങ്കര ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ എനിക്ക് നല്ല വില തോന്നി. പക്ഷെ നാട്ടിൽ പോയി വില ചോദിച്ചപ്പോൾ എനിക്ക് നല്ല കുറവാണ്. 140 എത്രയും കണ്ടുള്ളൂ കേട്ടോ ഒരു ഭരണിക്ക്. അത്ര തന്നെയാണോ ശരിക്കും എന്നറിയില്ല, പുറത്തും വേറെ എവിടെ കടകളിലൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഉപ്പും അതുപോലെ തന്നെ പുളിയും ആക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുളിയുടെ ആ ഒരു ഇതിൽ കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ വല്ലതും കയറുമോ എന്നൊരു ഡൗട്ട്. കാര്യം ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഇവിടെ ഇതിൽ ഉപ്പാണ് കേട്ടോ. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുക, ഇന്ദുപ്പ്. അപ്പോൾ അതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ വാങ്ങിയേക്കുന്നത് ഈ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് ഗ്ലാസ്സുകളാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകൾ, ഇങ്ങനത്തെ 6 സെറ്റ്. അപ്പോൾ അതാണ് വാങ്ങിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് ഈ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് പ്രത്യേകത ഉള്ളത് ആമസോണിൽ വെച്ചേക്കുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു ഇതിങ്ങനെ കേട്ടോ വെച്ചേക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് ഇതിങ്ങനെ വെച്ചേക്കിട്ടാണ് കാണിച്ചേക്കുന്നത്. വിസ്കി ഗ്ലാസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് വിസ്കി അങ്ങനെ ഒഴിച്ചിട്ട് ഇതിങ്ങനെ വെച്ചേക്കുന്ന ഒരു പിക്ചർ അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഒക്കെ എടുക്കണില്ല, തിരിച്ചു വയ്ക്കേണ്ട ഇത് ഇരിക്കുന്നതാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അവരൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളാണ് അതിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഒന്ന്. പിന്നെ ഇനി നമുക്ക് വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബൗളിൻ്റെ സെറ്റാണ് കേട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയുള്ള ബൗളാണ് കേട്ടോ. ഇതിൻ്റെ 3 സൈസിലുള്ള ബൗളുകൾ വരുന്നുണ്ട് വിത്ത് ലിഡ്. ഇത് കണ്ടില്ലേ, അടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഫുഡൊക്കെ ആക്കി കഴിഞ്ഞ് ഇങ്ങനെ അടച്ചു വയ്ക്കാനായിട്ടുള്ളൊരു നല്ല പാത്രങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിയത് 3 സൈസിൽ. ഇതിൻ്റെ ചെറുതും അതിലും ചെറുതായിട്ടുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ 3 ബാക്കിയൊക്കെ ഞാൻ ഇവിടെ കഴുകി വെച്ചേക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. നോക്കട്ടെ ഞാൻ. അപ്പോൾ അത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് 3 എണ്ണം. ഇത് ഏറ്റവും ചെറുത്, അതിലും കുറച്ച് വലുത്, പിന്നെ അതിലും വലുത്. അങ്ങനെ 3 എണ്ണത്തിൻ്റെ സെറ്റ്, 3 എണ്ണമുള്ള സെറ്റാണിത്. അങ്ങനെ കണ്ടില്ലേ,
നെക്സ്റ്റ് നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് കവറൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചിപ്സോ വേറെ എന്തെങ്കിലും ഓട്സോ അങ്ങനെയൊക്കെ നമ്മൾ പകർത്തിയൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ എടുത്തിട്ടൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ കവറിലാക്കിയാണ് നമ്മളിങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കില്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വെക്കാനായിട്ടുള്ള അതാണ് ഈ ഒരു ക്ലിപ്പുകൾ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല സൈസിൽ വരുന്നുണ്ട്. ഇതൊരു സൈസ്, അതിലും ചെറുത്, ഏറ്റവും ചെറുത്, അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വേറെ സൈസ് ഉണ്ടോയെന്ന് അറിയില്ല, കുറേ സൈസ് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈസുകൾ. അപ്പോൾ ഇതിങ്ങനെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഇത് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ കവറുണ്ടല്ലോ ബാക്കിയുള്ള ആ ഭാഗം പിടിച്ച് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് പാറ്റ ഊറുമ്പോൾ വേറെ പ്രാണികളൊന്നും കിടക്കാണ്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ അത് ഗ്യാസിൽ ഇത് വെച്ച് ബക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുത്ത് വയ്ക്കാറ്. അപ്പോൾ ഈ ഒരു സംഭവം വാങ്ങിച്ച പിന്നെ അത് നമുക്ക് ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഞാൻ ചുമ്മാ അങ്ങനെ ഇത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ ഇതിൽ. നമുക്കിപ്പോൾ ഇതിൽ ഇങ്ങനെ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണം. അതുപോലെ തന്നെ പല 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 കോഡ്സുകൾ വെച്ചിട്ടുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടം അങ്ങനെ വയ്ക്കാനായിട്ട്. നമുക്കിപ്പോൾ ഈ ഒരു സംഭവം ഞാൻ അതും ആമസോണിൽ തന്നെ വാങ്ങിയതാണ്. ഇത് ഭയങ്കര ഇത് ഞാൻ വിചാരിച്ചാൽ തന്നെ വലിപ്പം അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ ആമസോണിൽ കാണുമ്പോൾ വലിപ്പം തോന്നിയാലും നമ്മളതിൽ റിവ്യൂ ഒക്കെ നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും ഇത് എന്തോരം. അതിൽ തന്നെ കുറേ പേര് കൊടുത്തിട്ട് ഭയങ്കര ചെറുതാണ്, പക്ഷേ എനിക്ക് വന്നപ്പോൾ അത്ര ചെറുതായിട്ടൊന്നും തോന്നിയില്ല. ഡൈനിങ് ടേബിളിലൊക്കെ നമുക്കൊരു സെൻറ്റർ പീസൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. വേണമെങ്കിൽ ഹാളിൽ നമുക്ക് ഷോക്കേസിലോ അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഇതിന് വേണ്ടിയാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഇതുപോലെ തന്നെ അടുക്കളയിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളും പിന്നെ ഞാനിപ്പോൾ വെക്കാൻ വേണ്ടി ഇതിങ്ങനത്തെ ഒരു സ്റ്റാൻഡ്, ഈ ഒരു ടിഷ്യൂ സ്റ്റാൻഡാണ് കേട്ടോ. അത് ടിഷ്യൂ റോൾ ആക്കി വെക്കാം. അപ്പോൾ എനിക്ക് ആദ്യം റോൾ എൻ്റെ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ സാധാ ടിഷ്യൂ ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിൽ നല്ലതായിട്ട് ഫില്ല് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുമായിരുന്നു. പിന്നെ റോൾ വാങ്ങിയപ്പോൾ ഞാൻ ഈ ഒരു റോൾ വെച്ച് തുടങ്ങി. അതെന്തിനാ റോള് വെച്ച് തുടങ്ങി. അപ്പോൾ അത് നമുക്കിങ്ങനെ വലിച്ചത് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ അവിടെ എങ്ങനെയും പോവില്ല. ഇവിടെ ഈ ഒരു ഇങ്ങനെ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗമുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മളുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ടിഷ്യൂ സ്റ്റാൻഡ്. ഇത് കൊണ്ടുപോയിക്കാറ്. ഇതെന്തിനാ, ഇതമ്മ ഓൾറെഡി വാങ്ങിയതാണ്. ഇത് മോളെടുത്തിട്ടുണ്ട്. എന്താണ് കേട്ടോ, അവൾക്ക് വെറുതെ ഒന്ന് കാണിക്കും. ഞാൻ ഡൈനിങ് ടേബിളിലുള്ള സാധനങ്ങൾ കാണിച്ചപ്പോൾ ഡൈനിങ് ടേബിളിലുള്ള എല്ലാം എടുത്തിട്ടുണ്ട് വരണം അവൾ. ഇത് നമുക്കറിയാമല്ലോ, ഇത് നമുക്ക് ഇവിടെ റൂം ഫ്രഷ്നർ പോലെ യൂസ് ചെയ്യണ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെയാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ എൻ്റെ ഡൈനിങ് ടേബിൾ സെൻറ്റർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് ഉണ്ടല്ലോ, നമുക്ക് സെൻറ്ററിൽ മാത്രം അതൊന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള സെൻറ്ററിൽ മാത്രം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഷീറ്റാണത്. അപ്പോൾ അതാണ് ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിയതാണ് കേട്ടോ. അല്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഷീറ്റ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് സെൻറ്റർ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി. അപ്പോൾ അതുമ്മേണ് ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതുപോലെ തന്നെ ഞാൻ നേരത്തെ കണ്ടില്ലേ ഡ്രൈ ഫ്ലവേഴ്സ്, അതൊക്കെ വെച്ചൊരു ക്യാൻഡിലൊക്കെ വെച്ച് അങ്ങനെ വെക്കും. ചിലപ്പോൾ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കും. സന്ധ്യ നേരത്തിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തത് കത്തിച്ച് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടിഷ്യൂ അതൊക്കെ വെച്ച് ഇത് ഇങ്ങനെ ഒരു പീസാണ്. വേണമെങ്കിൽ ഇത് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ഷീറ്റ് ഇരിക്കുക എന്നുള്ളത്. അടുത്ത ബുക്ക് മാറ്റാതെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്ര ചെറിയൊരു ഷീറ്റാണ്. നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ തന്നെ വയ്ക്കാനുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം ഇങ്ങനൊരു സംഭവം ട്രേ പോലെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് അതിൻ്റെ അടുത്തതൊക്കെ വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കും.
മക്കൾ ഹെൽപ്പ് ചെയ്യാൻ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. തരും ബാക്കിലേക്ക് അതെടുത്തിട്ട് നമ്മുടെ നീങ്ങതാ ടൂത്ത് പിക്കൊക്കെ വെച്ച് അങ്ങനെ. പിന്നെ ഫ്രൂട്ട്സ് ഇവിടെ ഇരിക്കണ കാരണം ഈച്ചകളുണ്ട്. എനിക്കിനി ഫ്രൂട്ട്സിൻ്റെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കണം. ഫ്രൂട്ട്സ് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കണ പോലത്തെ കേട്ടോ. ചെറിയ കുഞ്ഞ് ഈച്ചകൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ പോരാ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. ഫ്രൂട്ട്സ് ഞാൻ തുറന്ന വെച്ചിരുന്നത് കേട്ടോ, ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ പഴമൊക്കെ വെച്ചപ്പോൾ ഈച്ച വരുന്നു. അപ്പം ഞാൻ അത് അടച്ച് വെച്ചതാണ്. ഇതാണ് നെക്സ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു മാറ്റാണ് കേട്ടോ, കിച്ചണിലേക്കുള്ള മാറ്റാണ്. ഞാൻ അവിടെ സ്റ്റാൻഡൊക്കെ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നല്ലോ, അതുകൊണ്ടാണ് ആ സ്റ്റാൻഡ് ഇടയ്ക്കിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് വരില്ല. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പീസ്, അതായത് ഇതാ ഈ ഒരു നീളത്തിലുള്ളതും അതിൻ്റെ കൂടുതലുള്ള ചെറിയ സാധാ മാറ്റ് ഉണ്ടല്ലോ അതും കൂടിയേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഇതാണ്, ഈ 2 എണ്ണം L ഷേപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഇട്ട് ഓക്കെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് ഭയങ്കര ചെറുതാണുള്ളത്, ഒന്നുമില്ല. ഞാൻ ആ ഒരു മാറ്റ് ഇതാ ഒരെണ്ണം ഇതിവിടെ, ഈ ഒരെണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഇതിവിടെ ഈ സ്ഥലമൊക്കെ ഒഴിഞ്ഞെടുക്കണം, ഞാനിതിവിടെ വരെ ഒഴിഞ്ഞെടുക്കണം. പിന്നെ അവിടെയും ഒന്നുമില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മാറ്റും കൂടി ഓർഡർ ചെയ്തു. അതങ്ങനെയാണ് ഇതിപ്പോൾ ഈ ഫുള്ളായിട്ട് ഞാൻ നിൽക്കുന്ന ഏരിയയിൽ ഫുള്ളായിട്ട് ഈ ഒരു മാറ്റ് എനിക്കിടാൻ പറ്റിയത്. ഞാൻ വീണ്ടും ഓർഡർ ചെയ്യുക ചെയ്തു കേട്ടോ. ഇതുപോലെ തന്നെ 2 പീസായിട്ട് വരുന്നത്, അതാ ഈ നീളത്തിലുള്ള ഒന്നും പിന്നെ അതാ ഒന്ന് ഞാൻ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അടുക്കളയോട് ചേർന്ന ഭാഗം തന്നെയുള്ളൂ ഈ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ മുമ്പിൽ എനിക്ക് ഈ ഒരു മാറ്റ് വേണമായിരുന്നു. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തപ്പോൾ ഇതും കൂടി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അവിടെ ഇട്ടു. അങ്ങനെ ഒരുപോലത്തെ മാറ്റ് ഈ ഒരു ഏരിയയിൽ കിട്ടി. ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അത് അത് ഒഴിച്ച് വയ്ക്കാനുള്ളതാണ്. ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്പഞ്ച് വരും കേട്ടോ. അപ്പോൾ നമുക്കതിൽ ലിക്വിഡ് ഇങ്ങനെ തുറന്നിട്ട് ലിക്വിഡ് ഒഴിക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ളതല്ല വരിക. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്യാം. നമുക്കിത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇതിലേക്ക് വരും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ പൊതുവേ സോപ്പാണ്, ഡിഷ് വാഷ് ബാറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതും ഇപ്പോൾ സൈഡിൽ വെച്ചിട്ടുണ്ട്, ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് വയ്ക്കാനുള്ളത്. പിന്നെ സോപ്പ് യൂസ് ചെയ്ത് കുറേ നാൾ നമ്മളത് യൂസ് ചെയ്ത് അതായിട്ട് പരിചയമായിപ്പോൾ ഇത് ഒരു നമുക്കവിടെ ഇതിലേക്ക് കൈ പോവില്ല, അത്രയ്ക്ക് അങ്ങോട്ട് സുഖമായിട്ട് തോന്നില്ല. പിന്നെ യൂസ് ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയി. അങ്ങനെ ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മൾ ആമസോണിൽ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ്. പിന്നെ എൻ്റെ കിച്ചൺ മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ കണ്ടിട്ടില്ല, ഇതുപോലെ മൊത്തത്തിൽ ഒരു പച്ചപ്പൊക്കെ അനുഭവപ്പെടാൻ വേണ്ടി ഉള്ള എൻ്റെ ഓരോ പ്രഹസനങ്ങളാണ് കേട്ടോ. അതൊക്കെ ഞാൻ മണി പ്ലാന്റും കുറച്ച് ഫെയറി ലൈറ്റൊക്കെ ഇട്ട് എൻ്റെ അടുക്കളയുടെ ഇതുണ്ടല്ലോ വിൻഡോ, അവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചുമ്മാ നമുക്ക് നോക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എൻ്റെ കിച്ചൺ ഇതാ ഇങ്ങനെയാണ് ഞാൻ അത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വേറെ ഓരോന്നൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടിയുടെ ടോയ്സൊക്കെ എടുത്ത് നിറച്ചൊട്ടിച്ച് വെച്ചേക്കുന്നതൊക്കെ എടുത്ത് കാട്ടി കളഞ്ഞപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് കിച്ചൺ. പിന്നെ നമുക്ക് അവിടെയും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ്. പിന്നെ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്രീൻ ഉണ്ടല്ലോ, ആ സംഭവം ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത്. കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതായത് ഇങ്ങനത്തെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കർട്ടനാണ് കേട്ടോ. അത് വൈറ്റ് കളറിലുള്ളതാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഹോളിൽ എനിക്ക് 2 വിൻഡോ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് 2 പീസായിട്ടാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് 2 പീസുണ്ട്. ഇതുപോലെ ഒരു പീസ് അവിടെ ഒക്കെ ഒരേപോലത്തെ കേട്ടോ ഡിസൈൻ. ഇത് ഇവിടെ ഒന്ന്, പിന്നെ ഇതിവിടെ കണ്ടില്ലേ, ഇത് ഈ ഒരു നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് ഒരു നല്ല നീളത്തിലുള്ള കർട്ടൻ ഇടാനുള്ള ഭാഗമാണ് കേട്ടോ. ഇത് എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന് മുമ്പ് ഓർഡർ ചെയ്തപ്പോൾ 7 ഫീറ്റ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് നിലത്ത് മുട്ടണില്ല, എനിക്ക് നിലത്ത് ഇങ്ങനെ മുട്ടിക്കിടക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 9 ഫീറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ എൻ്റെ ഭയങ്കര നീളം. അപ്പോൾ ഞാൻ മടക്കി വെച്ചത് തുന്നി വെച്ചേക്കാണ് കേട്ടോ. എനിക്കത് അടിക്കാൻ കൊടുക്കണം, ഇനി അടിച്ച് ശരിക്കും നല്ല ഭംഗിയിൽ അത് മടക്കി കട്ട് ചെയ്ത് കളയാനില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഈ ഒരു അപ്പോൾ ഇതാണ് കേട്ടോ കർട്ടൻ. ഇതും ഇത്രയാണ് നമ്മളുടെ കർട്ടൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫ്ലോർ മാറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്.
ഒക്കെ ഇത് റബ്ബറിൻ്റെയാണ് കേട്ടോ. അതെ, നല്ലൊരു ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള മാറ്റുകളാണ് കേട്ടോ റബ്ബറിൻ്റെ. കാരണം പെട്ടെന്ന് വെള്ളം നമുക്ക് അബ്സോർബായി കിട്ടാനായിട്ട് ഇത് റബ്ബറിൻ്റെ വളരെ നല്ലതാണ്. എനിക്ക് കിച്ചണിൽ ഇട്ടിട്ട് നന്നായിട്ട് മനസ്സിലായി. കാരണം ഞാൻ അല്ല, എൻ്റെ മക്കൾ വന്ന് കിച്ചണിൽ നിന്ന് ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോവും വെള്ളം. പണിയെടുക്കുമ്പോൾ നമ്മൾ കൈ കഴുകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുടഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ മോൻ്റെ കയ്യിൽ നിന്നൊക്കെ വെള്ളം പോയിട്ട് ഞാൻ അറിഞ്ഞില്ല. സാധാരണ വെള്ളം അടുക്കളയിൽ പോയാൽ അറിയേണ്ടത് താഴെ വീണ് കഴിഞ്ഞാൽ, ഇത് മാറ്റിൽ വീണ കാരണം കൊണ്ട് അറിഞ്ഞില്ല. പിന്നെ മോൻ വന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഒന്നും കാണാനില്ലാന്ന്. അപ്പോൾ അതുപോലെ ഈ റബ്ബറിൻ്റെ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉപകാരമുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടെണ്ണമായിട്ടാണ് നമുക്കിത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇവിടെ ഇട്ടു. പിന്നെ ഞാൻ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടല്ലോ, അതിലാണ് ഞാൻ അതിൻ്റെ മുമ്പിൽ ഈ ഒരു റബ്ബറിൻ്റെ തന്നെ മാറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു മാറ്റ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടിപ്പോൾ ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നപ്പോൾ അത് പുറത്ത് കിടക്കലും ഉള്ളിലേക്ക് വരവും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോൾ അതുമ്പോൾ കുറച്ചിങ്ങനെ വെച്ചാൽ പുറത്ത് ബാൽക്കണിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെള്ളം ഇതാക്കാനും മണ്ണ് കുത്തി ഇതാക്കാനൊക്കെ പോയി അവിടെയൊക്കെ മണ്ണായിട്ട് അതിന് ചവിട്ടിങ്ങനായിട്ട് അതിന് ഇത്തിരി മുഷിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കണം. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതുപോലെ തന്നെ ചവിട്ടാൻ നല്ല സോഫ്റ്റായിട്ടുള്ള മാറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നൊരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു സാധനം കേട്ടോ. ഇത് രണ്ടെണ്ണമായിട്ടാണ് വരുന്നത്. ഇതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അത് നമ്മൾ ഇപ്പോൾ കറിയൊക്കെ നമ്മൾ ഇളക്കി കയ്യിൽ ഒന്നുകിൽ പാത്രത്തിൻ്റെ നമ്മൾ അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. അപ്പോൾ ഈ രണ്ട് സംഭവം എനിക്കിഷ്ടമല്ല. മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ആ നമ്മൾ വെക്കുന്ന ലിഡിൻ്റെ അവിടെ അതുമിയാവും. അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അടയാണ്ട് വലിയ കയ്യിലൊക്കെ വെച്ചാൽ അടയാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈച്ച പ്രാണിയൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അതാണ് എനിക്ക് തീരെ പിടിക്കാത്ത കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇളക്കിയിട്ടൊക്കെ അതിങ്ങനെ വെക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഹോൾഡറാണ് ഇത്. അപ്പോൾ നമുക്കിതിങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് ചോറിൻ്റെ കയ്യിലായാലും കറികളുടെ ആയാലും ഇങ്ങനെ വയ്ക്കാം. ഒന്നിലല്ല ഞാൻ 2-3 വെക്കും കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് കഴുകി എന്തായാലും ഞാൻ എടുക്കുമ്പോൾ വീണ്ടും കഴുകേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ വെച്ച് നമ്മളിപ്പോൾ കറി വെക്കുമ്പോഴായാലും വെക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ വെച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. 2 വരാം. സ്റ്റീലിൻ്റെയാണ് കേട്ടോ. ആ കോഫി മേക്കർ. പിന്നെ ഇത് അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഫിൽറ്റർ കോഫിയാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇതിങ്ങനെ 2 പീസ് ഇതിങ്ങനെ ഇതിലേക്ക് നമ്മൾ കോഫി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇത് വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് അടച്ച് വെച്ച് ഇങ്ങനെ കൊടുക്കുക. അത് പതുക്കെ ഫിൽറ്റർ ചെയ്ത് അതിലേക്ക് വീണോളും. ഇൻസ്റ്റൻറ്റ് കോഫി അല്ല, മറ്റേ കോഫി പൗഡറൊക്കെ എടുത്തിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്റ്റൻറ്റ് കോഫി വെച്ചാൽ നമ്മൾ വെക്കാൻ നേരം കൊണ്ട് തന്നെ അത് വേഗം വെള്ളം ഇങ്ങോട്ട് പോയിക്കോളും. അപ്പം നമ്മൾ കോഫി ഉണ്ടാക്കുന്നത് വെറുതെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചുമ്മാ വാങ്ങിയതാണ് കേട്ടോ. ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാൻ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെല്ലാം കൊണ്ട് വാങ്ങിയതാണത്. കാണുന്നുണ്ടോ ശരിക്കും? മാറിക്കതി അതിങ്ങനെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വയ്ക്കും. പിന്നെ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്ന് ഇത് ഈ തലയണയാണ് കേട്ടോ. തലയണകളുണ്ടല്ലോ, പില്ലോ, നല്ല ഭംഗിയുള്ള പില്ലോ 4 വാങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ ഇങ്ങനത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കിച്ചൺ ഓർഗനൈസറുകൾ മാത്രമല്ല കുറച്ച് ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതും കൂടി കാണിച്ചു തരാണ്. അപ്പോൾ ഇതിങ്ങനെ വലുപ്പത്തിൽ വരണ പില്ലോസ് 4 വാങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിന്ന്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതും ആമസോണിൽ തന്നെ വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 പില്ലോ കവർ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ 4 പില്ലോവും അതുപോലെ തന്നെ ഈ ഒരു ബെഡ്ഷീറ്റും 2 പില്ലോ കവറും ബെഡ്ഷീറ്റിൻ്റെ കൂടെ തന്നെ വരുന്നത്. അതാണ് ഇവിടെ കാണിക്കാനുള്ളത്. അത് ഇരിക്കുന്ന കുഞ്ഞു പില്ലോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിപ്പോഴൊന്നുമല്ല, കുറച്ചധികം നാളായി, ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ട് അത് വാങ്ങിയിട്ട്. മോൾക്ക് വാങ്ങിക്കൊടുത്താണ് കേട്ടോ. അത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പില്ലോണ് കേട്ടോ, ചെറുത്. പിന്നെ അതായത് ഞാൻ ഈ ഒരു ചെയർ വാങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിന്ന് കേട്ടോ. കുട്ടികൾക്ക് സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ അതിന് ചെയർ നല്ലത് വേണ്ടേ, അപ്പോൾ അങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ചെയർ. അത് അവർ വന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് തരും. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഈ ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ് കേട്ടോ. സാധാരണ നമ്മൾ ഹാൻഡ് വാഷ് വാങ്ങിക്കുമ്പോൾ ഡിസ്പെൻസറും കൂടിയുള്ളതാണല്ലോ. ഡിസ്പെൻസറിൽ ഹാൻഡ് വാഷ് ഉള്ള അങ്ങനത്തെയാണല്ലോ വാങ്ങിക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ ഒരു ബോട്ടിൽ ആയിട്ടുള്ളത് വാങ്ങി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ വാങ്ങി. അങ്ങനെ
അതാണ് നെക്സ്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ആമസോൺ ഹോൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഞാൻ കാണിച്ചിരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും ഉപകാരപ്പെടുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറ്റാവുന്നത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനും വീടൊക്കെ നല്ല ഭംഗിയിലൊക്കെ ആക്കി വെച്ച് ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് മാത്രം നിങ്ങൾ പോകരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ എന്തായാലും see you next video. Bye bye, take care.